Hi friends, welcome back. In this video, we are going to discuss a problem and the problem evaluates the double integral of a function. Here the question is given by evaluate the double integral over the region R of the function e raised to x plus 3y over the region the region is given by bounded by the graphs of y is equal to 1, y is equal to 2, y is equal to x and y is equal to minus x plus 5. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ എങ്ങനെ ഒരു ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യും എന്നുള്ളതാണ് നോക്കുന്നത്. ഒരു ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കുന്ന ഒരു തിയറമാണ് ഫിബിനീസ് തിയറം. ആൻഡ് ദ തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് if f of xy is a continuous function on a region R, where the region R is of the form given by x is varies from a to b and y is varies from g1 of x to g2 of x, where g1 and g2 are the boundary functions which are continuous, then the integral of the function f over the region R is given by integral a to b g1 of x, g2 of x, f of xy dy, and if the region is of the form y is varies from c to d and x varies from h1 of y to h2 of y, where the boundary functions h1 of y and h2 of y are continuous, then the integral of f over the region R is given by integral c to d h1 of y to h2 of y f of xy dx dy. അപ്പോൾ ഈ ഒരു രണ്ട് ഫോർമാറ്റിൽ വരുന്ന രൂപത്തിൽ ഈ രണ്ട് ഫോർമാറ്റിൽ ഏതെങ്കിലും ഒരു ഫോർമാറ്റിലാണ് ഗിവൺ ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ അത്തരം കേസസിൽ ഇന്റഗ്രൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഫിബിനീസ് തിയറം പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഗിവൺ ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ രണ്ട് ഫോർമാറ്റിൽ ഏത് ഫോർമാറ്റിലാണ് ഗിവൺ റീജിയൻ എന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം, ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള റീജിയൻ നമ്മൾ ആ ബൗണ്ടഡ് ആയിട്ടുള്ള റീജിയൻ നമ്മൾ പ്ലോട്ട് ചെയ്യുക. അത് ഫസ്റ്റ് ഫോം ആണെങ്കിൽ ഫസ്റ്റ് ഫോമിന്റെ ഇന്റഗ്രലിന്റെ റിസൾട്ട് വെച്ചിട്ട് ഫിബിനീസ് തിയറം വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. അതേപോലെ സെക്കൻഡ് ഫോം ആണെങ്കിൽ സെക്കൻഡ് ഫോമിന്റെ ഇന്റഗ്രലിന്റെ റിസൾട്ട് വെച്ചിട്ട് ഫിബിനീസ് തിയറം വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. സോ അവർ ഫസ്റ്റ് എയിം ഈസ് ടു പ്ലോട്ട് ദ ഗിവൺ റീജിയൻ. ഗിവൺ റീജിയൻ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് y is equal to 1, y is equal to 2, y is equal to x and y is equal to minus x plus 5. ഈ ഒരു ബൗണ്ടഡ് റീജിയൻ ആണ്. സോ ആദ്യം നമ്മൾ ആ ഫിഗർ ഒന്ന് വരയ്ക്കുക. ഫിഗർ വരച്ചതിന് ശേഷം എങ്ങനെയാണ് ആ ഫിഗറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റഗ്രൽ ഏത് ഫോർമാറ്റിലാണെന്ന് നോക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ഫോർമാറ്റ് ആയിട്ട് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. സോ വി ക്യാൻ പ്ലോട്ട് ദ ഫിഗർ കറസ്പോണ്ടിങ് ടു ദ ഗിവൺ ഫംഗ്ഷൻസ്. ഓക്കെ, സോ കറസ്പോണ്ടിങ് ഫിഗർ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് y is equal to x എന്നുള്ളതും y is equal to minus x plus 5 എന്നുള്ളതും പ്ലോട്ട് ചെയ്യാം. y is equal to x എന്ന് പറഞ്ഞാൽ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രൈറ്റ് ലൈൻ വരും. y is equal to x എന്നുള്ളത് നമുക്ക് ഈ ഒരു രൂപത്തിൽ മാർക്ക് ചെയ്യാം. is the straight line passing through the origin. Now y is equal to minus x. മൈനസ് എക്സ് എന്ന് പറയുന്ന സമയത്ത് ഇയാൾ നേരെ ഓപ്പോസിറ്റ്ലി ഇങ്ങനെ പാസ് ചെയ്യും. y is equal to minus x എന്നുള്ള ലൈന്, പക്ഷെ അതിലൊരു ഷിഫ്റ്റിംഗ് കിടക്കുന്നുണ്ട്. y is equal to minus x plus 5 എന്നാണ്. സോ എക്സ് വാല്യൂ 0 വരുന്ന സമയത്ത് y വാല്യൂ എന്താണ്, എക്സ് വാല്യൂ 0 വരുന്ന സമയത്ത് y വാല്യൂ 5 ആണ്. സോ ഇവിടുന്ന് അങ്ങോട്ടാണ് റീജിയൻ വരുന്നത്. ഇനി y വാല്യൂ 0 വരുന്ന സമയത്ത് എക്സ് വാല്യൂ minus x is equal to 5 വരും, x is equal to minus 5 വരും. സോ y വാല്യൂ 0 എന്ന് പറഞ്ഞാൽ ഈ റീജിയൻ വരും. അതിൽ x is equal to minus 5 എന്നുള്ളത് ഈ ലൈൻ വരും. അപ്പോൾ ഈ ഒരു പ്ലോട്ടിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മുടെ y is equal to minus x plus 5 എന്നുള്ളത് വരിക. അതേപോലെ y is equal to x എന്നുള്ളതും വന്നു. ഇനി y is equal to 1, y is equal to 2 എന്നുള്ള രണ്ട് ലൈൻസ് ഉണ്ട്. y is equal to 1 എന്ന് പറഞ്ഞാൽ എക്സിന് പാരലൽ ആയിട്ടുള്ള ലൈൻ വരും. y is equal to 1, അതേപോലെ y is equal to 2. സോ നമ്മുടെ റീജിയൺ വരുന്നത് ഈ ഒരു പെർട്ടിക്കുലർ റീജിയൺ ആണ്. ഈ ബൗണ്ട് ചെയ്തിട്ടുള്ള റീജിയൺ ആണ് y is equal to x, y is equal to minus x plus 5, y is equal to 1, y is equal to 2. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ റീജിയൻ ഏത് ഫോർമാറ്റിലാണ് വരുന്നത് എന്ന് നോക്കുക. ഫസ്റ്റ് ഫോമിലാണെങ്കിൽ ഫസ്റ്റ് ഫോമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുക.
സെക്കൻഡ് ഫോമിലാണെങ്കിൽ സെക്കൻഡ് ഫോമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. സോ വി ക്യാൻ കമ്പയർ വിത്ത് ഫിബിനീസ് തിയറം. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് ഫോർമാറ്റിലാണെന്ന് ഫിബിനീസ് തിയറം വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്യാം. ജസ്റ്റ് ഫിബിനീസ് തിയറം ഒന്ന് നോക്കാം. ഫിബിനീസ് തിയറത്തിലെ ഫസ്റ്റ് ഫോമിലെ റീജിയൻ വരുന്നത് എന്താണ്? എക്സ് വാല്യൂ എക്കും ബിക്കും ഇടയിൽ, എക്സിന്റെ വേരിയേഷൻ, ആൻഡ് വൈ വാല്യൂ എന്താണ്? രണ്ട് ഫംഗ്ഷൻസിനിടയിൽ വേരി ചെയ്യുന്നു. അതേപോലെ സെക്കൻഡ് ഫോമിൽ വൈ വാല്യൂ രണ്ട് കോൺസ്റ്റന്റിനിടയിൽ വേരി ചെയ്യുന്നു, എക്സ് വാല്യൂ രണ്ട് ഫംഗ്ഷൻസ്, വൈയിലുള്ള രണ്ട് ഫംഗ്ഷൻസിന്റെ ഇടയിൽ വേരി ചെയ്യുന്നു. ഇനി നമുക്ക് പെർട്ടിക്കുലർ ആയിട്ട് കറസ്പോണ്ടിങ് റീജിയൻ ഏത് ഫോർമാറ്റിലാണ് കിട്ടിയതെന്ന് നോക്കാം. ഈ ഒരു ഫോർമാറ്റിലാണോ, സെക്കൻഡ് ഫോമിലാണോ, ഫസ്റ്റ് ഫോമിലാണോ നോക്കാം. നമുക്ക് ഇവിടെ ഗിവൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കാം. വൈ വാല്യൂ, ഈ ടോട്ടൽ ഫംഗ്ഷൻസ് ആണ്. വൈ വേരി ചെയ്യുന്നത് എവിടെ മുതൽ എവിടം വരെയാണ്? വൈ 1നും 2നും ഇടയിലാണ് വേരി ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൈ ഈസ് വേരീസ് ഫ്രം 1 to 2. ഇനി എക്സിന്റെ വേരിയേഷൻ, എക്സിന്റെ ലിമിറ്റ് എവിടെ മുതൽ എവിടം വരെ വേരി ചെയ്യുന്നുണ്ട്? എക്സ് ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് റീജിയൻ മാറുന്നു. അപ്പൊ എക്സിന്റെ ലിമിറ്റ്, ലോവർ ലിമിറ്റ് ആരാണ്? ഈ ലൈനാണ്. ഈ ലൈൻ ആരാണ്? y ഈസ് ഈക്വൽ ടു എക്സ് എന്നുള്ളതാണ് എക്സിന്റെ ലോവർ ലിമിറ്റ് ആയിട്ട് വരുന്നത്. വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് പ്ലസ് 5. അപ്പർ ബൗണ്ടഡ് ആയിട്ട് വരുന്ന കർവാരാണ് y ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് 5. അപ്പൊ എക്സ് വാല്യൂ വേരി ചെയ്യുന്നത് ഈ രണ്ട് ലൈൻസിന്റെ ഇടയിലും, y വാല്യൂ വേരി ചെയ്യുന്നത് ഈ രണ്ട് ലൈൻസിന്റെ ഇടയിലും. ദാറ്റ് മീൻസ് രണ്ട് കോൺസ്റ്റന്റിന്റെ ഇടയിൽ. Therefore, this particular problem is of type 2. Hence, we can evaluate the double integral by Fibonacci theorem of the second form. രണ്ടാമത്തെ രൂപത്തിലുള്ള ഫിഗർ ആവുന്ന രൂപത്തിൽ r is of the second form where y varies from 1 to 2 and x varies from 2 bounded functions. So we can evaluate the corresponding integral by Fibonacci theorem for the regions of this particular form, and the formula is given by double integral over r f of xy dA is equal to integral from c to d and integral from h1 of y to h2 of y f of xy dx dy. ഇതാണ് നമ്മുടെ Fibonacci theorem സെക്കൻഡ് ഫോമിലുള്ള റിസൾട്ട് പറയുന്നത്. where y varies from c to d and x varies from h1 of y to h2 of y. Okay. സോ നമുക്ക് സി ടു ഡി എന്നുള്ള നമ്പർ അറിയാം. വൈ വേരി ചെയ്യുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റനിൽ വൈ വേരി ചെയ്യുന്നത് എവിടെ മുതൽ എവിടം വരെയാണ്? 1 മുതൽ 2 വരെയാണ്. y is varies from 1 to 2. Therefore, c is given by 1 and d is given by 2. Therefore, if we substituting c to d, f of xy നെ നമ്മൾ e raised to 3x plus 3y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. c നും d നും നമ്മൾ 1 ഉം 2 ഉം വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് h1 of y, h2 of y എന്നുള്ള ഫംഗ്ഷൻസ് ആണ് കിട്ടേണ്ടത്. h1 of y എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിന്റെ വേരിയേഷന്റെ ലോവർ ബൗണ്ട്. ആ ഫംഗ്ഷനെ നമ്മൾ വൈന്റെ ടേമിൽ എഴുതണം. വൈന്റെ ടേമിൽ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? എക്സ് ഈസ് ഈക്വൽ ടു സം ഫംഗ്ഷൻ ഇൻ വൈ. എക്സ് ഈസ് ഈക്വൽ ടു എന്ന് എഴുതുന്ന സമയത്ത് എക്സ് ഈസ് ഈക്വൽ ടു വൈ ആയതുകൊണ്ട് h1 of y ആരായിട്ട് മാറും? വൈ. സോ h1 of y ഈസ് ഈക്വൽ ടു വൈനെ നമ്മൾ റീപ്ലേസ് ചെയ്തു. ഇനി h2 of y കിട്ടാൻ അപ്പർ ബൗണ്ടാണ്, അപ്പർ ബൗണ്ടഡ് ഫംഗ്ഷൻ ആണ്. അപ്പൊ h2 of y കിട്ടാൻ വൈയിലുള്ള ഫംഗ്ഷൻ ആക്കണം. വൈയിലുള്ള ഫംഗ്ഷൻ ആക്കണമെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ബൗണ്ടറി റീജിയനെ നമ്മൾ വൈയിലുള്ള ഒരു ഫോർമാറ്റിൽ ഫംഗ്ഷൻ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ് ഈസ് ഈക്വൽ ടു സം ഫംഗ്ഷൻ ഇൻ വൈ. എക്സ് ഈസ് ഈക്വൽ ടു എന്ന് എഴുതുക. ഈ സൈഡിൽ മൊത്തം വൈന്റെ ടേംസ് മൊത്തം അങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു എന്നുള്ള രൂപത്തിൽ റീഅറേഞ്ച് ചെയ്യുമ്പോൾ മൈനസ് എക്സിനെ ഈ സൈഡിക്കും വൈനെ ഈ സൈഡിക്കും കൊണ്ടുപോകുന്ന സമയത്ത് മൈനസ് എക്സ് പ്ലസ് ആയിട്ട് ഈ സൈഡിക്ക് എക്സ് എന്ന് വരും. ബാക്കി 5 അവിടെ റിമൈനിങ് ആണ്. y ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് y വരും. സോ എക്സ് ഈസ് ഈക്വൽ ടു 5 മൈനസ് y വിച്ച് ഈസ് എ ഫംഗ്ഷൻ ഇൻ y ആൻഡ് വിച്ച് ഈസ് ഗിവൺ ബൈ h2 of y. സോ h2 of y നെ നമ്മൾ എന്ത് ചെയ്തു? 5 മൈനസ് y എന്ന് റീപ്ലേസ് ചെയ്തു. h1 of x നെ നമ്മൾ h1 of y നെ നമ്മൾ y എന്ന് റീപ്ലേസ് ചെയ്തു. h2 of y നെ 5 മൈനസ് y എന്ന് റീപ്ലേസ് ചെയ്തു. ഫംഗ്ഷനെ e raised to x plus 3y എന്നും c യും d യും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ബൈ Fibonacci theorem for second form we have integral over e raised to 3x plus y dA is equal to integral from 1 to 2 integral from y to 5 minus y e raised to 3x plus e raised to x plus 3y dx dy. ഇനി നമുക്ക്
ഈ ഒരു പെർട്ടിക്കുലർ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇന്റഗ്രൽ ഫ്രം 1 to 2 അതുപോലെ എഴുതി. ഇനി എന്ത് ചെയ്യാം, e raised to x plus 3y എന്നുള്ള ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. e raised to x എന്നുള്ളതിന് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക, e raised to x തന്നെ. സോ x plus 3y എന്നുള്ളത് 3y കോൺസ്റ്റന്റ് ആണ്, അത് അതേപോലെ എഴുതാം. e raised to x plus 3y യുടെ ഇന്റഗ്രൽ e raised to x plus 3y എന്ന് തന്നെ വരും. ലോവർ ലിമിറ്റ് y യും അപ്പർ ലിമിറ്റ് ആരാണ്, 5 minus y യും. സോ ലോവർ ലിമിറ്റ് y, അപ്പർ ലിമിറ്റ് 5 minus y, ബാക്കി dy. നൗ ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഫ്രം 1 to 2 e raised to x plus 3y. അപ്പർ ലിമിറ്റ് ആർക്കാണ് നമ്മൾ ഫസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്തത്, എക്സിനാണ് ഇന്റഗ്രേറ്റ് ചെയ്തത്. സോ എക്സിന്റെ ലിമിറ്റ് ആണ് 5 minus y യും y യും. അപ്പൊ എക്സിനെ നമ്മൾ 5 minus y വെച്ചിട്ട് ചെയ്യാം. e raised to 5 minus y plus 3y, 3y അതുപോലെ എഴുതി. എക്സിനെ നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുത്തു, മൈനസ് e raised to എക്സിന് പകരം y കൊടുക്കുക, 5 e raised to y plus 3y dy. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ റെഡ്യൂസ് എഴുതുന്ന സമയത്ത് എന്ത് വരും, മൈനസ് y യും പ്ലസ് 3y യും കൂടി 2y ആയിട്ട് മാറും, y പ്ലസ് 3y 4y ആയിട്ട് മാറും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഫ്രം 1 to 2 e raised to 5 plus 2y minus e raised to 4y dy. ഇനി വിത്ത് റെസ്പെക്ട് ടു y-ൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഫസ്റ്റ് ഫംഗ്ഷനെ y-ൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to 5 കോൺസ്റ്റന്റ് ആണ്. അപ്പൊ 5 plus 2y ചെയ്യുന്ന സമയത്ത് 2y കോഎഫിഷ്യന്റ് ആയിട്ട് 2 ആണ്, y-ന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് 2 ആണ്. e raised to ax-ന്റെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു x-ന്റെ റിസൾട്ട് എന്താണ്, 1 by a e raised to ax, അതായത് x-ന്റെ കൂടെയുള്ള കോഎഫിഷ്യന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ y-ൽ ചെയ്യുന്ന സമയത്ത് റിസൾട്ട് എന്ത് വരും, y-യുടെ കോഎഫിഷ്യന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 1 by 2 e raised to 5 plus 2y മൈനസ് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും, e raised to 4y-യുടെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു y ആണ്, 1 by 4 e raised to 4y e raised to 4y. ഇനി അതിന്റെ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയാണ് വേരി ചെയ്യുന്നത്, 1 to 2. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് ആർക്കാണ് അപ്ലൈ ചെയ്യുന്നത്, y-നാണ് അപ്ലൈ ചെയ്യുന്നത്. സോ 1 by 2 e raised to 5 plus 2 into 2 4 വരും, e raised to 5 plus 4 e raised to 5 plus 4 minus 1 by 4 e raised to 4 into 2 8 വരും. സോ നമ്മൾ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്തു. ഇനി ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. y-ന് 1 കൊടുക്കുക, 1 by 2 e raised to 5 plus 2 7 minus 1 by 4 e raised to 4. That is equal to 1 by 2 e raised to 9 minus 1 by 4 e raised to 8 minus 1 by 2 e raised to 7 plus minus 1 by 4 e raised to 4. സോ ഇനി നമ്മൾ ഇതിൽ ജസ്റ്റ് ഒന്ന് മൈനസിന് ഔട്ട്സൈഡ് കൊടുക്കുന്ന സമയത്ത് എന്ത് വരും, 1 by 2 e raised to 9 minus 1 by 4 e raised to 8 minus 1 by 2 e raised to 7 plus 1 by 4 e raised to 4, which is the integral, double integral of the function e raised to x plus 3y over the given region, and this is approximately equal to 2771. നമുക്ക് e എന്നുള്ള എക്സ്പോണൻഷ്യൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു എക്സ്പ്രഷന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ 2771 അപ്രോക്സിമേറ്റ് ആണെന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ വി കമ്പ്യൂട്ടഡ് ദ ഡബിൾ ഇന്റഗ്രൽ ഓവർ എ പെർട്ടിക്കുലർ റീജിയൻ ഓവർ R by Frobenius theorem. സോ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. മറ്റു വീഡിയോസിൽ മറ്റു പ്രോബ്ലംസുമായിട്ട് മീറ്റ് ചെയ്യാം. താങ്ക് യു.